വള്ളൂനാടിന്റെ ആചാരപ്പെരുമയും ഐതിഹ്യമഹിമയും വിളിച്ചോതുന്ന മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഇന്ന് കൊടിയേറും. ഭക്താനുഗ്രഹ താൽപരയായ ഭദ്രകാളിയുടെ സന്നിധിയിൽ ഇനിയുള്ള 7 ദിനങ്ങൾ ഭക്തിയുടെയും ആഘോഷത്തിന്റെയും രാപ്പകലുകളാണ്. ആവേശകരമായ കാളവേലയും ഗജവീരന്മാർ അണിനിരക്കുന്ന പൂരവും ഇത്തവണ വിപുലമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. പഴയ വള്ളുവനാട് താലൂക്കിലെ പ്രസിദ്ധിയാർജിച്ച ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് മാങ്ങോട് ഭഗവതി ക്ഷേത്രം. വൈശ്യ സമുദായത്തിലെ ഒരു ഭവനത്തിൽ ആവിർഭവിച്ച ദേവീ ചൈതന്യത്തെ പിന്നീട് ഭക്തരുടെയും ബ്രാഹ്മണ കുടുംബങ്ങളുടെയും താൽപര്യപ്രകാരം ബിംബരൂപത്തിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. തട്ടകത്തിന് കാവലായി വിളങ്ങുന്ന മാങ്ങോട്ടമ്മയുടെ സന്നിധിയിൽ മീനമാസത്തിലെ പുണർദം നക്ഷത്രത്തിലാണ് ഉത്സവത്തിന് കൊടിയേറുന്നത്. ഇന്ന് രാത്രി 7-നും 8-നും മധ്യേ ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ കർമ്മങ്ങൾ നടക്കുക. എന്ന് പറയുന്നത് ഇത് നമ്മളെ വൈശ്യ സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ ഗൃഹാന്തർഭാഗത്ത് കുടികൊള്ളുന്ന ഭഗവതി ആയിരുന്നു. പക്ഷേ അത് പല അന്നത്തെ ബ്രാഹ്മണ കുടുംബങ്ങളും ഭക്തരും ചേർന്ന് ഒരു ക്ഷേത്ര നിർമ്മിക്കുകയും ആ ക്ഷേത്രത്തിലേക്ക് ബിംബാരാധന നടത്തുകയും ചെയ്തതാണ് മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചെറിയ ഐതിഹ്യം. കൂടുതൽ നമുക്ക് കാരണന്മാർക്കൊക്കെ പറയാൻ സാധിക്കും. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ചെറിയ ഒറ്റ വാക്ക് പറഞ്ഞുള്ള ഐതിഹ്യം. അതങ്ങനെയാണ്. ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ചൈതന്യം എന്ന് പറഞ്ഞാൽ ശാന്തസ്വരൂപിണിയായ ദേവിയാണ് നമ്മുടെ. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഇനി 7 ദിവസം ഞങ്ങൾ ഫുൾ വെജിറ്റേറിയൻ, ഒരാളും മത്സ്യമാംസാദികളോ ഒന്നും ഉപയോഗിക്കാതെ. അല്ലെ, മറ്റ് ക്ഷേത്രങ്ങൾ അങ്ങനെയല്ല. പരിയാനപ്പറ്റ കാളികാവ് എന്ന് പറഞ്ഞാൽ അവിടെ കാളികാവിലൊക്കെ പൂരം ദിവസം കോഴിയെ ഒക്കെ അറുത്ത് ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്, അതായത് പരിയാനം പറ്റിയുണ്ട്. പക്ഷേ ഇവിടെ മാങ്ങോട്ട് ഭഗവതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ വ്രതത്തോടു കൂടി 7 ദിവസം പൂര സമയങ്ങളിൽ വ്രതത്തോടു കൂടി നമ്മൾ ശാന്തസ്വരൂപിണിയായ ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇതാണ് ഒരു കാര്യം പറയാനുള്ളത്. കൊടിയേറ്റത്തിന് ശേഷം കതിരേറ്റവും ചവിട്ടുകളിയും അരങ്ങേറും. ഉത്സവത്തിന് 2-ാം ദിനം ആറാട്ട് കഴിഞ്ഞു വരുന്ന ദേവിക്ക് മുൻപിൽ കലാപരിപാടികൾക്ക് തുടക്കമാകും. 28, 29 തീയതികളിൽ വിവിധ ദേശങ്ങളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ അരങ്ങിലെത്തും. മാർച്ച് 30-ന് ചെറിയാറാട്ടും 31-ന് പ്രസിദ്ധമായ വലിയാറാട്ടും നടക്കും. വടക്കേപ്പുഴയിലേക്ക് ആറാട്ടിനായി ദേവി എഴുന്നള്ളുന്നതോടെ മാങ്ങോട്ട് കാളവേലയുടെ ആവേശമുയരും. വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന 30ഓളം ഇണക്കോലങ്ങൾ പുരുഷാരത്തെ ആവേശത്തിന്റെ നെറുകയിലെത്തിക്കും. ഏപ്രിൽ 1-നാണ് പൂരപ്രേമികൾ കാത്തിരിക്കുന്ന മാങ്ങോട് പൂരം. മാങ്ങോട്, വീരമംഗലം, ചമ്മന്നൂർ, വെള്ളിനീഴി എന്നീ 4 ദേശങ്ങളിൽ നിന്നുമായി 30ഓളം ഗജവീരന്മാർ പൂരത്തിനണിനിരക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അടക്കമുള്ള ഗജരാജാക്കന്മാരുടെ സാന്നിധ്യം ഇത്തവണത്തെ പൂരത്തിന് മാറ്റുകൂട്ടും. കുമ്മാട്ടിയും പാനയുമായി ദേശക്കാർ ക്ഷേത്രമുറ്റത്തെത്തുന്നതോടെ വള്ളുവനാടിന്റെ ഉത്സവ ചരിത്രത്തിൽ മറ്റൊരധ്യായം കൂടി കുറിക്കപ്പെടും. ആവശ്യത്തില്ല. നമ്മൾ ഇവിടെ അടുത്ത് ചുറ്റുവട്ടത്ത് ഇത്ര ഗംഭീരമായിട്ടുള്ള നടക്കുന്ന ഒരു പൂരം അടുത്തില്ല. പാലക്കാട് ജില്ലയിൽ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഈ 30 ആനയോളം 32 ആനയോളം ഉള്ള പൂരം ഒരേമാതിരി നിരന്ന് നിന്ന് അതിനൊരു വടക്കുന്ന് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഭഗവതിക്ക് അഭിമുഖമായിട്ട് നിന്നിട്ട് 4 ദേശത്തെ ആനകൾ നിൽക്കും. ഈ 4 ദേശത്തെയും കൂടി 32 ആന ഉണ്ടാവും. അതിൽ നിന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ നല്ലൊരു മേളം കഴിഞ്ഞ് അതിന്ന് തടമ്പ് വെച്ച 4 ദേശത്തെ 4 ആനകൾ നടപ്പന്തലിലേക്ക് വന്ന് ഇവിടെ ഗംഭീരൊരു മേളം. അതായത് ഒക്കെ ഇപ്രാവശ്യത്തേക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ആനകളാണ് തടമ്പ് വെച്ചിട്ടുള്ള ആനകൾ കംപ്ലീറ്റ്. ഒന്ന് മറ്റേ ഏറ്റവും പറയാനുള്ള മാങ്ങോട് ദേശത്തിൻ്റെ നമ്മുടെ ഈ അമ്പലം നിൽക്കുന്ന ദേശത്തെ വേലയിൽ വരുന്നത് തെച്ചിക്കോട്ട് രാമേന്ദ്രനാണ്.
അപ്പോൾ ഇപ്രാവശ്യം ആൾക്കാരുടെ നല്ല തിരക്കുണ്ടാവുന്ന ഒരു പൂരമാണ് കൊല്ലം. അങ്ങനെ ആ വേല അവിടെ 4 ആനകൾ നിന്ന് കഴിഞ്ഞാൽ ആ മേളം കഴിഞ്ഞാൽ നേരെ 7:30 മണിയോട് കൂടിയിട്ട് പൂരം 8 മണിയോട് കൂടി ഉള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ അവിടെ മേളം കഴിഞ്ഞ് 8:30 പൂരം അവസാനിക്കും. ഏറ്റവും അതേപോലെ തന്നെ വലിയാറാട്ടം എന്ന് പറഞ്ഞാൽ 30 കാളയോളം. അതും ഈ പറഞ്ഞ മാതിരി ഇത്രയും കാള ഒരേമാതിരി നിരന്ന് നിന്നിട്ട് ചന്തത്തോടു കൂടി കാണാൻ പറ്റുന്നൊരു കാളവേല അടുത്ത ചുറ്റുവട്ടത്ത് ഇവിടെ തന്നെയാണുള്ളത്. തട്ടകത്തെ മക്കൾക്ക് ഇനിയുള്ള 7 നാളുകൾ കാത്തിരിപ്പിന്റെ സാഫല്യമാണ്. പൂരലഹരിയിലേക്ക് ഉണരുന്ന മാങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഭക്തസഹസ്രങ്ങളെ വരവേൽക്കാൻ ക്ഷേത്രവും നാടും ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് 1 ന്യൂസ്. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചർപ്പളശ്ശേരി.